ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം ആ അറേബ്യൻ മണ്ണില് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടോ ശംസീറെ? ഒരു കണ്ടുപിടുത്തം, ഒരു തീപ്പെട്ടി എങ്കിലും, ഒരു തീപ്പെട്ടി സ്വന്തമായിട്ട്, ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി. എന്തിന് ടീച്ചറെ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ? വിമാനം വരെ കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർക്ക് ഇൻസ്പയർ ആയതുപോലും ലോകത്താദ്യമായി വായുവിനേക്കാൾ ഭാരമുള്ള യന്ത്രത്തിൽ പറന്ന 9-ാം നൂറ്റാണ്ടിലെ മുസ്ലിം പണ്ഡിത പ്രതിഭയായിരുന്ന അബ്ബാസ് ഇബ്നു ഫിർനാസ് ആയിരുന്നു. ഇനി ഒരു കണ്ടുപിടുത്തമല്ല, ഇഷ്ടം പോലെ മുസ്ലിം കണ്ടുപിടുത്തങ്ങൾ ഞാൻ ടീച്ചറിന് കാണിച്ചു തരാം. ഫാദർ ഓഫ് റോബോട്ടിക്സ് ഇസ്മായിൽ അൽ ജസരി, ഫാദർ ഓഫ് മോഡേൺ ഒപ്റ്റിക്സ് ഇബ്നുൽ ഹൈസം, ഫാദർ ഓഫ് ഏർലി മോഡേൺ മെഡിസിൻ ഇബ്നു സീന, ലയൺ ഓഫ് ദ സീ അഹ്മദ് ഇബ്നു മാജിദ്, ഫാദർ ഓഫ് ആൽക്കമി ആൻഡ് ഫാദർ ഓഫ് ഹൈഡ്രോളിക് ആസിഡ് ജാബിർ ഇബ്നു ഹയ്യാൻ, സെക്കൻഡ് ടീച്ചർ ആഫ്റ്റർ അരിസ്റ്റോട്ടിൽ അൽ ഫാറാബി, ഫാദർ ഓഫ് ഓപ്പറേറ്റീവ് സർജറി അൽ സഹ്റാവി, ഫാദർ ഓഫ് അൽജിബ്ര മുഹമ്മദ് ഇബ്നു മൂസൽ ഖവാറസ്മി, ഫാദർ ഓഫ് മോഡേൺ ജിയോഡസി ആൻഡ് ഫാദർ ഓഫ് കമ്പാരിറ്റീവ് റിലീജിയൻ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻഡോളജി ആൻഡ് ഫസ്റ്റ് ആന്ത്രോപോളജിസ്റ്റായ അൽ ബിറൂനി. പിന്നെ നിങ്ങളൊരു ടീച്ചർ തന്നെയാണെങ്കിൽ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആരാണ് ഉണ്ടാക്കിയത്? ലോകത്തെ ആദ്യത്തെ ലൈബ്രറി, ലോകത്തെ ആദ്യത്തെ ഹോസ്പിറ്റൽ, ലോകത്തെ ആദ്യത്തെ കടലാസ് നിർമ്മാണശാല, ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ സംഭാവനയാണ്. 1200 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ AD 859 മൊറോക്കോയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഖറാവീൻ എന്ന പേരിൽ ഒരു മുസ്ലിമാണ് സ്ഥാപിക്കുന്നത്. ഇന്നും ആ യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.